പ്രിയപ്പെട്ടവരെ നമസ്കാരം. വിശ്വാസവും കഥകളും മിത്തുകളും ചരിത്രവും തമ്മിൽ ഇഴചേർന്നു കിടക്കുന്ന നാടാണ് തിരുവനന്തപുരം. അതിമനോഹരമായ ഇടങ്ങളുണ്ട് തലസ്ഥാന നഗരി. അതിലൊന്നാണ് അമ്പൂരിയിലെ ദ്രവ്യപ്പാറ. പാറയുടെ ഒരു വശത്ത് ഒരു ഗുഹാക്ഷേത്രമുണ്ട്. ദ്രവ്യപ്പാറ ശ്രീ ദക്ഷിണാമൂർത്തി ക്ഷേത്രം. അമ്പൂരിയിലെ വാടിച്ചൽ കുട്ടമല LP സ്കൂളിൻ്റെ ഓപ്പോസിറ്റായി ഒരു കോവിലിൻ്റെ ഒരു ആർച്ച് കാണാം. അതുവഴി നമ്മൾ 1/2 കിലോമീറ്ററോളം ദൂരം വരെ വാഹനത്തിൽ എത്തിച്ചേരാവുന്നതാണ്. അത് കഴിയുമ്പോൾ വീണ്ടും ക്ഷേത്രത്തിലെ ഒരു പ്രധാന ആർച്ച് കാണാം. ഇവിടെ നിന്നും 1 കിലോമീറ്ററോളം നല്ലൊരു കയറ്റമുണ്ട്. അത് കയറി വേണം നമുക്ക് ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ്. അല്പം ശ്രമകരമായ യാത്രയാണെങ്കിലും മനോഹരമായ ദൃശ്യഭംഗിയും വേറിട്ട യാത്രാ അനുഭവവുമാണ് ഇവിടേക്ക് വിനോദസഞ്ചാരികളെ സ്വാഗതം ചെയ്യുന്നത്. ഇതൊരു ക്ഷേത്രാങ്കണമായതിനാൽ ഇവിടെ വരുന്ന സഞ്ചാരികൾ ഒരു ക്ഷേത്രത്തിൽ പാലിക്കേണ്ട എല്ലാ മര്യാദകളും ദയവ് ചെയ്ത് പാലിക്കേണ്ടതാണ്. എല്ലാ ഞായറാഴ്ചയും വിശേഷാൽ ദിവസങ്ങളിലും പൂജകൾ നടത്തി വരുന്നു. 2000 അടിയിലേറെ പൊക്കമുള്ള ഈ പാറയിലെ ഗുഹാക്ഷേത്രത്തിലേക്ക് ശിവരാത്രി നാളിൽ തീർത്ഥാടനവും നടക്കുന്നുണ്ട്. അമ്പൂരി ഗ്രാമപഞ്ചായത്തിലെ കുട്ടമല, കണ്ണൂർ, തുടിയംകോണം, പുറത്തിപ്പാറ വാർഡുകളെ തൊട്ടുരുമി കിടക്കുന്ന മലയുടെ നെറുകയിലാണ് ദ്രവ്യപ്പാറ സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ 8 വീട്ടിൽ പിള്ളമാരുടെ ആക്രമണത്തിൽ നിന്നും രക്ഷ നേടാൻ മാർത്താണ്ഡവർമ്മ ദ്രവ്യപ്പാറയിൽ താമസിച്ചിരുന്നു എന്നൊരു ഐതിഹ്യവും കൂടിയുണ്ട്. 8 വീട്ടിൽ പിള്ളമാരുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുവാനായി മാർത്താണ്ഡവർമ്മ താമസിക്കുവാൻ തിരഞ്ഞെടുത്തിരുന്ന ഇടം ദ്രവ്യപ്പാറയുടെ മുകൾ ഭാഗമാണെന്നാണ് വിശ്വാസം. ദ്രവ്യപ്പാറയുടെ താഴെയെത്തിയ മാർത്താണ്ഡവർമ്മയെ ഇവിടുത്തെ ആദിവാസികൾ പാറയിൽ പ്രത്യേകം പടികൾ കൊത്തിയാണ് മുകളിൽ എത്തിച്ചതെന്നാണ് വിശ്വാസം. അതിൻ്റെ അടയാളമായി 72 പടികൾ ഇന്നും ഇവിടെ പാറയിൽ കാണാം. പടികൾ തമ്മിലുള്ള അകലം കാരണം ആഞ്ഞടിക്കുന്ന കാറ്റിനെ പ്രതിരോധിച്ച് കൈകൊണ്ട് ഓരോ പടികളിലും അള്ളിപ്പിടിച്ചു വേണം നമുക്ക് മുകളിലേക്ക് കയറാൻ. പഴയ കാലത്തിൻ്റെ ശേഷിപ്പുകളായ പല ശിലാലിപികളും ഇവിടെ പാറപ്പുറത്ത് അവശേഷിക്കുന്നതായി പറയപ്പെടുന്നു. തിരുവനന്തപുരത്തുകാരുടെ ഹരിഹർ ഫോർട്ട് എന്നൊരു പേരും കൂടി ഈ പാറയ്ക്കുണ്ട്. എനിക്കെന്തായാലും പകുതി വരെ മാത്രമേ കയറാൻ സാധിച്ചുള്ളൂ. ദയവ് ചെയ്ത് ഇവിടെ വരുന്നവർ, നല്ല പരിചയമുള്ളവർ മാത്രം ഇവിടെ പാറയിൽ കയറാൻ ശ്രമിക്കുക. കാരണം വളരെ അപകടം പിടിച്ചൊരു പാറയാണിത്. ഇവിടെ നിന്നുള്ള കാഴ്ച അതിമനോഹരമാണ്. പാറയുടെ വശത്തുകൂടി പുറകുവശത്തേക്ക് പോകുമ്പോൾ അവിടെ അതിമനോഹരമായൊരു വ്യൂ പോയിൻറ്റും നമുക്ക് കാണാം.
സഞ്ചാരികളുടെ കണ്ണിന് വിരുന്നൊരുക്കുന്ന മനോഹരമായ കാഴ്ചകളാണ് ഇവിടെയുള്ളത്. വിശാലമായ മലയുടെ മുകളിൽ എപ്പോഴുമുള്ള നല്ല തണുത്ത കാറ്റും. ഇവിടെ നിന്നാൽ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ കാഴ്ചക്കാരുടെ മനം നിറയ്ക്കും. പുതിയ ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.